ഹലോ, എടാ ആർക്കെങ്കിലും ഒരു ചലഞ്ചിന് താല്പര്യം ഉണ്ടോ? ജസ്റ്റ് ഒരു ഫണ്ണാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് താല്പര്യം ഉണ്ടോ? ഒരാൾക്ക് അപ്പൊ ആരെങ്കിലും ഒരാള് ജസ്റ്റ് മോളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കണം. ഫ്രണ്ടിനെ വിളിച്ചിട്ടാണ് ഈ കൂട്ടത്തിക്കുന്ന ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിന് ഇഷ്ടമാണെന്ന്. അപ്പൊ ആളുടെ റിയാക്ഷൻ താല്പര്യം ഉണ്ടോ? അതൊന്ന് ചെയ്യാം. വിളിച്ചോ. ഹലോ ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. 2-3 ദിവസം കൊണ്ട് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഒരു കാര്യം. ഇല്ല, എനിക്ക് അക്ഷരയെ ഒന്ന് ഇഷ്ടമാണ്. എനിക്ക് എനിക്ക് ബോയ്സിനോടൊന്നും തോന്നുന്നില്ല. എനിക്ക് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ല ചേച്ചി. അവൾ വന്ന് അടുത്തിരിക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും ഒക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ എന്ത്? എനിക്ക് ബോയ്സിനോട് അങ്ങനെ തോന്നുന്നില്ല. ചേച്ചിയുടെ അഭിപ്രായം എന്ന് പറയാവോ? അക്ഷരയോട് ഓപ്പണായിട്ട് സംസാരിക്കുക. ആള് തിരിച്ച് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞാലും ലക്ഷ്മി ഇത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനോട് സംസാരിക്കുക. ആരെയും ഇപ്പൊ ഈ വിളിച്ചത്? കൂടെ പഠിക്കുന്നതാണോ നിങ്ങളൊക്കെ പേരെന്തുവാ? ഏഞ്ചൽ, ലക്ഷ്മി, കൃഷ്ണ, ഭഗതി, അക്ഷര. ഓ, ഇതാണ് അക്ഷര. ഭയങ്കരം തന്നെ. അപ്പൊ നിങ്ങളൊക്കെ എവിടെ പഠിക്കുന്നേ? ഞങ്ങളെ ഗ്ലോറിയസ് എച്ച് അക്കാഡമിയിലെ കോസ്മെറ്റോളജി സ്റ്റുഡൻസ് ആണ്. ഓ, +2 കഴിഞ്ഞ് കയറിയതാണോ? അപ്പൊ ഇത് പഠിച്ചോണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തുവാ? ഇതിപ്പോ നമുക്കിപ്പോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഇല്ലേ, സ്കിൻ ഡോക്ടേഴ്സ്, അവരുടെ അണ്ടർ അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കോസ്മെറ്റോളജി ക്ലിനിക്കിൽ വർക്ക് ചെയ്യാം. ഇപ്പം സിനിമ സീരിയൽ ഇൻഡസ്ട്രീസിലൊക്കെ കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഇല്ലേ, അതുപോലെ നമുക്ക് വർക്ക് ചെയ്യാം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ. അപ്പൊ ഈ അക്കാഡമി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ വരുന്നു? ഇപ്പൊ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം മറ്റുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറെ അക്കാഡമീസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നോർമൽ ബ്രാൻഡ് സർട്ടിഫിക്കേഷൻ, അവരുടെ ഓരോ സർട്ടിഫിക്കേഷൻസ് ഒക്കെ അവർ കൊടുക്കുന്നത്. പക്ഷെ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അങ്ങനെ വാല്യൂ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കൂടുതലും സ്റ്റുഡൻസിനൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് പുറത്ത് ഏതൊരു കൺട്രി വേണമെങ്കിലും നമുക്ക് പോയി വർക്ക് ചെയ്യാം. എത്ര മന്താണ് ഈ കോഴ്സിന്റെ ഇത് വരുന്നത്? 9 കോഴ്സ് വരുന്നുണ്ട്, 1 ഇയർ കോഴ്സും വരുന്നുണ്ട്. ആണോ? അപ്പൊ ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആവാൻ സാധ്യത. അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഡയറക്റ്റ് വരികയാണ് ചെയ്തത്? ഒരുപാട് സ്ഥലത്ത് വേറെ തിരക്കിയിട്ടുണ്ടോ? ഞാൻ കുറെ അക്കാഡമീസ് തിരക്കിയിട്ടുള്ള ആളാണ്. അപ്പൊ അവിടെയൊക്കെ ക്യാരക്ടർ വെച്ച് ഞാൻ ഇത് വേണ്ട എന്ന് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഞാൻ ഈ അക്കാഡമിയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് എന്താണെന്ന് അറിയില്ല, കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അക്കാഡമി. അപ്പൊ ടീച്ചേഴ്സും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് തോന്നുന്നു അക്കാഡമി വന്നു കഴിഞ്ഞാൽ. ആണോ? എനിക്ക് ഫസ്റ്റ് നേഴ്സിംഗാണ് താല്പര്യം, പക്ഷേ അത് ഞാൻ മാറ്റി എനിക്ക് ഇതിനോട് ഇഷ്ടപ്പെട്ട് ഇവിടെ പറയുമായിരുന്നു, വീട്ടിൽ വന്ന് പറയുമായിരുന്നു ഇതിനെ കുറിച്ച്, അക്കാഡമിയെ കുറിച്ചും. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണല്ലേ? ഫസ്റ്റ് ടൈം വന്ന് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ അവിടുത്തെ ഭയങ്കര എൻജോയ് ആയിട്ട് അവർ പഠിപ്പിക്കുന്നതായാലും എന്ത് വേണം നമുക്ക് ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഫീസും ആണെന്ന് തോന്നുന്നു അല്ലേ? അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. അപ്പൊ എന്തായാലും ഈ അക്കാഡമിയുടെ ഡീറ്റെയിൽസും നമ്പറും ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ലക്ഷ്മി നമ്മളെ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ഒരു കുട്ടി ഗിഫ്റ്റ്.